ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നതേ ഞാൻ ഇന്നലെ യൂട്യൂബിൽ സുജ ആർ മോഹനെ പറ്റി കുറേ ഒരാളിങ്ങനെ ഭയങ്കര വിമർശനം കണ്ടു. എനിക്കത് കേട്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. എന്തറിഞ്ഞിട്ടാണ് ആ മനുഷ്യന് ടീച്ചറെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കിങ്ങനെ അവരെന്താ ചെയ്യുന്നത്, ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? ഞാനവരുടെ സ്റ്റുഡൻ്റാണ്. ഞാൻ കുറേ പ്രാവശ്യം ഓരോ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ കയറുമ്പോൾ ഫസ്റ്റ് ടൈം 1999 രൂപ, പിന്നെ 1500 രൂപ, പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 1500 രൂപ, അങ്ങനെയായിരുന്നു അവരുടെ ഫീസ് ഉണ്ടായിരുന്നത്. നമ്മൾ ആരെങ്കിലും വെറുതെ ആർക്കെങ്കിലും ഇങ്ങനെ അവർക്കും ഒരു ജീവിതമാർഗം വേണ്ടേ, അതിനല്ലേ ഒരു പൈസ വാങ്ങുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ വേറെ എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കോച്ചിങ് നടത്തുന്നത്. അവിടെ എത്രയാ പൈസ, അവർ വാങ്ങുന്നത്രയ്ക്കും പൈസയൊന്നും ഇവർ വാങ്ങുന്നില്ല. അത് അവരെന്താണ് തരുന്നത്, നമുക്ക് അറിവ് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമ്മളെ പോസിറ്റിവിറ്റിയിലേ ഇരിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാനും നമ്മൾ പോസിറ്റിവിറ്റി ഇരിക്കാനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെയാണ് ഒരു പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ മറവിൽ വേറെ ഒരു ബിസിനസ്സും ഇല്ല, ഒരനാശാസ്യമോ ഒരു ബിസിനസ്സും ഇല്ല. കൊള്ളയോ കള്ളത്തരങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം അവരുടെ ക്ലാസ്സിലൊന്ന് കയറി നോക്കാം, എന്നിട്ട് അവരെ പറ്റി കുറ്റം പറയും. വീണ തന്നെ എത്ര യൂട്യൂബർ, വീണ തന്നെ വേറെ എത്ര മൈൻഡ് പവർ ക്ലാസ് എടുക്കുന്നവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ എനിക്ക് തോന്നുന്നുണ്ട് അയാൾക്ക് സുജാർ മോഹനോട് എന്തോ ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ, അവരെ മാത്രം ഇങ്ങനെ പറയാൻ. പക്ഷെ അങ്ങനെയൊന്നുമല്ല മക്കളെ, നിങ്ങളൊന്ന് ക്ലാസ്സിൽ കയറി നോക്കും. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ? സക്സസ് സ്റ്റോറി എത്രയുണ്ടെന്നറിയോ? എത്ര ആൾക്കാരാണെന്നറിയോ കരഞ്ഞോട് വന്ന് അവരോട് പറയുന്നത്? നമ്മളെ നല്ലത് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. നമ്മളെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാവമുണ്ട് കേട്ടോ അങ്ങനെ പറയൽ. എനിക്കത് കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. നല്ലൊരു സ്ത്രീയാണ്. ഞാൻ എപ്പോഴും സുജാർ മോഹനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ മോശം. എന്താണ്, ടീച്ചറുടെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻറ്റ് പോലും കണ്ടിട്ടില്ല ഇതൊന്നും. ടീച്ചറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റും ഇത് കണ്ടില്ലേ? ഞാൻ കണ്ടത്രയ്ക്കും കമൻ്റ് എല്ലാം മോശമാണ്. എത്ര ആൾക്കാർ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, എത്ര ആൾക്കാർ. എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ, എൻ്റെ ഏജ് എത്രയാണെന്നറിയാമോ? ഞാൻ പറയുന്നില്ല, എന്നാലും 60 above ആണ്. അപ്പം ഞാൻ എപ്പോഴും പേടിയാണ്. എനിക്ക് രാത്രിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. ആരെങ്കിലും മരിച്ചാൽ പേടി. പിന്നെ ഒറ്റയ്ക്ക് സ്വന്തം എവിടെയും പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മച്ചിയൊക്കെ മരിച്ചതാണ്. എനിക്ക് വീട്ടിൽ പോയാൽ കിടക്കാൻ പേടിയാണ്. ഒറ്റയ്ക്ക് റൂമിൽ ഞാൻ കിടക്കില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് നല്ലൊരു കോൺഫിഡൻസാണ്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയി, ഞാൻ വീട്ടിലെ ഒറ്റയ്ക്ക് റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. എനിക്ക് ഒരു പേടി അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതേയില്ല. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് ആഗ്രഹം, ഞാൻ എന്നിട്ട് സ്വന്തം പിന്നെ താമരശ്ശേരി ചുരം കയറി മുക്കത്തുനിന്ന് ഞാൻ സ്വന്തം വയനാട്ടിൽ പോയി 2 ദിവസം കൂടി ഞാൻ തിരിച്ചു വന്നു, ആരുമില്ലാതെ. 16 above ഉള്ളവർക്കൊരു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന ചുരമൊക്കെ കയറി പോകാമെന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? പക്ഷെ എനിക്ക് ഒരു പേടി ഉണ്ടായില്ല. അതാണ് മൈൻഡ് പവർ. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മൈൻഡ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുക, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞു തരുന്നില്ല. മന്ത്രവാദമോ കൂടോത്രമോ ചരട് കെട്ടാനോ ജീവിക്കാനോ പിന്നെ പണിക്കരടുത്ത് പോവാനോ അങ്ങനെയൊന്നും, ഹോമങ്ങളോ ജപങ്ങളോ ഒന്നും പറയുന്നില്ല. മൈൻഡ് പവറാണ് പറഞ്ഞു തരുന്നത്. വെറുതെ എന്തിനാ ഒരാളെ ഇങ്ങനെ പറയുന്നത്? എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ഹാപ്പി. എല്ലാവരും ചിരിക്കുകയല്ല വേണ്ട, പിന്നെ എല്ലാവരും മോന്ത കുറിപ്പിച്ചിരിക്കണോ? അവരുടെ ചിരിക്കൊരു സൗന്ദര്യം ഉണ്ടാവും. നിങ്ങൾ അവളുടെ വെറുപ്പോടുകൂടി നോക്കിയിട്ടാണ് അങ്ങനെ തോന്നുന്നത്. ചിരിക്ക് സൗന്ദര്യം ഇല്ല എന്ന്. ചിരിക്ക് നല്ല സൗന്ദര്യമുണ്ട്. എല്ലാവരും ചിരിച്ചിരിക്കുന്നതാണ് കാണാൻ സൗന്ദര്യം. ഓക്കെ, ബൈ ബൈ. എന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ.